ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഐഫോൺ 16 സീരീസ് എല്ലാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഐഫോൺ 16 സീരീസിൽ നമുക്ക് വന്നിരിക്കുന്ന ഹൈലൈറ്റ് ആയ ഫീച്ചേഴ്സ് എന്തെല്ലാം എന്ന് നോക്കാം. ഒരുപാട് ഐഫോൺ ലവേഴ്സിനെല്ലാം തന്നെ ഏറെ ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളെല്ലാം ഐഫോൺ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഐഫോണിൻ്റെ പ്രൈസിൽ ഇതിൽ വലിയ വർധനവൊന്നുമില്ല എന്നതാണ്. അതുപോലെ പല മോഡലുകൾക്കും പ്രൈസ് എല്ലാം കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ വലിയ ഒരു അഡ്വാൻറ്റേജ് ആണ് എന്ന് പറയാം. ഇനി നമുക്ക് എന്തെല്ലാമാണ് ഐഫോൺ 16 സീരീസിൽ വന്നിരിക്കുന്നത് എന്ന് നോക്കാം. AI സീരീസ് എല്ലാമാണ് നമുക്ക് ഏറ്റവും കൂടുതലായി കുറച്ച് ദിവസമായി ഐഫോൺ 16നെ കുറിച്ച് ഹൈലൈറ്റ് ആയി പറഞ്ഞിരുന്നത്. അതിനാൽ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഐഫോൺ 16ൽ വന്നിരിക്കുന്നത് എന്ന് നോക്കാം. A18 Pro ചിപ്സെറ്റ് എല്ലാം നമുക്ക് ഈ ഒരു 16 സീരീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സർ സാധാരണ നമുക്ക് എല്ലാ ഐഫോണിലും കാണുന്നത് പോലെ, അതായത് ആ ഒരു അപ്ഗ്രേഡ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല രീതിയിലുള്ള പെർഫോമൻസ്, പവർ കൺസംഷൻ എല്ലാം കുറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചിപ്സെറ്റിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഐഫോൺ 15മായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ 30% ഫാസ്റ്റ്, അതുപോലെ അത്രത്തോളം പെർഫോമൻസ് എല്ലാം ഇതിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് ആപ്പിൾ അവകാശപ്പെടുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി എടുത്തു പറയേണ്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്, ഇത് നിങ്ങൾക്ക് ഇപ്പോൾ നോട്ട്സ് അല്ലെങ്കിൽ മെയിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് എല്ലാം അയക്കുമ്പോൾ ഇത്തരത്തിലെല്ലാം നിങ്ങൾക്ക് മെസ്സേജിൽ നിങ്ങൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്തതെല്ലാം നിങ്ങൾക്ക് റീറൈറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എല്ലാമാണ്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ ബോസിന് എല്ലാം തന്നെ എന്തെങ്കിലും കാര്യമെല്ലാം ടൈപ്പ് ചെയ്ത് ഇത് അയക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതുപോലെ ഈ റീറൈറ്റ് ഓപ്ഷൻ എല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ സ്ട്രക്ചറിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. അതായത് ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്ത് അൺപ്രൊഫഷണലായി നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഈ മാറ്റർ എല്ലാം തന്നെ പ്രൊഫഷണൽ രീതിയിലേക്ക് മാറ്റാൻ എല്ലാം സാധിക്കും. അതിനാൽ തന്നെ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ടെക്സ്റ്റ് ചെയ്യണമെങ്കിലെല്ലാം വളരെ ഈസിയായി പ്രൊഫഷണൽ രീതിയിൽ ഇതിലേക്ക് പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യാം എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജായി എടുത്തു പറയേണ്ടത്. ഇനി ഇത്തരത്തിൽ വേർഡ്സ് മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും ചാറ്റ് ചെയ്യുമ്പോഴെല്ലാം നല്ല രീതിയിലുള്ള ഇമോജി എല്ലാം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്ത്, അതായത് ഏത് തരത്തിലുള്ള ഇമോജിയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഇമോജി എല്ലാം ലഭിക്കും. അതിനാൽ തന്നെ നിങ്ങളുടെ ചാറ്റിംഗ് എല്ലാം വേറെ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാനെല്ലാം ഇത്തരത്തിൽ ഈ ഒരു ഫീച്ചർ എല്ലാം യൂസ് ചെയ്യാം. നമ്മുടെ ഇമാജിനേഷൻ അനുസരിച്ച് കൂടുതൽ കാര്യങ്ങളെല്ലാം നമുക്ക് ഇത്തരത്തിൽ ഈ മെസ്സേജിങ്ങിലെല്ലാം ചെയ്യാൻ ഈ ഒരു ഫീച്ചർ എല്ലാം നമ്മളെ സഹായിക്കും. അപ്പോൾ തീർച്ചയായും ഇത് ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഇനി അടുത്തതായി ഐഫോണിൽ കാണാൻ പോകുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ഐഫോണിൽ നമ്മൾ ഒരുപാട് ഫോട്ടോസ് എല്ലാം എടുത്തു വയ്ക്കാറുണ്ട്. പലപ്പോഴും ആരെങ്കിലും ഏതെങ്കിലും ഒരു ഫോട്ടോ എല്ലാം കാണണമെന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒരുപാട് ഫോട്ടോസ് എല്ലാം സേവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് സ്ക്രോൾ ചെയ്ത് കണ്ടുപിടിക്കുക എന്നതെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിനാൽ തന്നെ ഒരു അടിപൊളി ഫീച്ചറാണ് ഇപ്പോൾ ഐഫോൺ കൊണ്ടുവരുന്നത്. നിങ്ങളുടെ കുട്ടികളെല്ലാം ഡാൻസ് ചെയ്യുന്ന ഒരു പിക്ചറെല്ലാമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് കരുതുക. അപ്പോൾ നിങ്ങളുടെ ഗ്യാലറിയിൽ നിന്നും ഇത് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് എടുക്കുന്നതിന് പകരം കിഡ്സ് ഡാൻസിങ് എന്നെല്ലാം നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങളുടെ ഈ ഒരു ഗ്യാലറിയിൽ ഡാൻസിങ് ചെയ്തിട്ടുള്ള ഈ ഫോട്ടോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് എവിടേക്കെങ്കിലും യാത്ര പോയൊരു പിക്ചറെല്ലാമാണ് വേണ്ടത് എങ്കിൽ അന്ന് നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന ഡ്രസ്സിൻ്റെ കളറെല്ലാം ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ സാരി വിത്ത് റെഡ് കളർ എന്നെല്ലാം കൊടുക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ റെഡ് കളർ സാരിയിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന പിക്ചേഴ്സ് എല്ലാം ഇവിടെ ഓപ്പണായി വരും. അപ്പോൾ ഇത്തരത്തിൽ വളരെ യൂസ്ഫുള്ളായ ഒരു ഫീച്ചർ തന്നെയാണിത്. ഇനി നിങ്ങൾ എവിടെയെങ്കിലും ഔട്ടിങ്ങിനെല്ലാം പോയപ്പോൾ എടുത്ത കുറച്ച് പിക്ചേഴ്സ് എല്ലാമാണ് നിങ്ങളുടെ ഗ്യാലറിയിലുള്ളത്. അതായത് നിങ്ങൾ ഒരു കോഫി എല്ലാം കുടിച്ചിരുന്ന ആ ഒരു പിക്ചർ എല്ലാമാണ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് ഇത് സെർച്ച് ചെയ്ത് കോഫി ഷോപ്പ് എന്നെല്ലാം സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോസ് എല്ലാം ലഭിക്കും. അപ്പോൾ വളരെ ഇന്നോവേറ്റീവായ ഒരു അടിപൊളി ഫീച്ചർ തന്നെയാണിത്. അതിനാൽ തന്നെ നമുക്ക് നമ്മുടെ ഫോട്ടോസ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ സ്ക്രോൾ ചെയ്ത് കണ്ടുപിടിക്കാതെ ഇതുപോലെ ടൈപ്പ് ചെയ്ത് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഇതുപോലെ മെയിൽ സർവീസ്, അതുപോലെ സിറിയിലെല്ലാം തന്നെ ഒരുപാട് ഓപ്ഷൻസ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് കാണാം. സിറിയുമായി നമുക്ക് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ ഒരുപാട് ടാസ്കുകളെല്ലാം ഇപ്പോൾ സിറിക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് ആപ്പിൾ അറിയിക്കുന്നത്. അതിനാൽ തന്നെ വളരെ പ്രൊഡക്റ്റീവായി നമുക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിന്, അതുപോലെ വളരെ പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളും ആക്സസ് ചെയ്യുന്നതിന്, പല കമാൻഡ്സുകളെല്ലാം കൊടുക്കുന്നതിന്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഇനി സിറി യൂസ് ചെയ്യാൻ സാധിക്കും.
ഇപ്പോൾ ഉദാഹരണമായി പറയുകയാണെങ്കിൽ സെൻഡ് യെസ്റ്റർഡേയ്സ് ഫോട്ടോ എന്നെല്ലാം നിങ്ങൾ സിറിയോട് പറയുകയാണെങ്കിൽ യെസ്റ്റർഡേ നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ ഫോട്ടോസും ഇത് സെലക്ട് ചെയ്തതിന് ശേഷം സെൻഡ് എന്നതിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഈസിയായി ഇതുപോലെ ഫോട്ടോസ് എല്ലാം ഷെയർ ചെയ്യാം. ഇത്തരത്തിൽ ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് എല്ലാം നമുക്കിവിടെ കാണാം. അതിനാൽ തന്നെ കൂടുതൽ ടാസ്കുകളെല്ലാം ഇനി സിറിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മെയിൽ നമ്മൾ പല ഇമ്പോർട്ടൻ്റ് ആയ മെയിലുകളെല്ലാം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിൽ, അതായത് നമുക്ക് പ്രയോറിറ്റി ഉള്ള മെയിൽസ് എല്ലാം തന്നെ ഇതെല്ലാം തന്നെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിൽ ഓട്ടോമാറ്റിക്കായി സെറ്റ് ചെയ്യാനും അതുപോലെ നമുക്ക് എല്ലാ മെയിലിൻ്റെയും കണ്ടന്റ് എല്ലാം കാണുന്ന രീതിയിൽ കുറച്ച് നല്ല രീതിയിൽ നോട്ടിഫിക്കേഷൻ എല്ലാം സെറ്റ് ചെയ്യുന്നതിന് ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് എല്ലാം തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമുക്ക് iPhone 16 കാണാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സാംസങ് മൊബൈലിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് സർക്കിൾ ടു സെർച്ച് എന്ന ഓപ്ഷൻ എല്ലാം. എന്നാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ഐഫോണിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ക്യാമറ യൂസ് ചെയ്ത് ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാം കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ഹോട്ടലിനടുത്താണ്, ആ ഹോട്ടലിൻ്റെ ഒരു പിക്ചർ എല്ലാം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഹോട്ടലിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അതുപോലെ അവിടെയുള്ള മെനു ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ ഒരു ബൈക്ക് എല്ലാം കണ്ടു, നിങ്ങൾക്ക് ആ ബൈക്കിനെ കുറിച്ച് കൂടുതലായി അറിയണം, നിങ്ങളുടെ ഐഫോൺ എടുത്ത് ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ എത്രയാണ് പ്രൈസ്, എവിടെ നിന്നാണ് നമുക്കത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കതിൽ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു പെറ്റിനെ എല്ലാം കണ്ടു, ഇപ്പോൾ ഒരു ഡോഗ് എല്ലാം കണ്ടു, അതിൻ്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഇത് ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ ഏത് ഇനത്തിൽപ്പെട്ട ഡോഗാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ സർക്കിൾ ടു സെർച്ച് എന്നതിൻ്റെ മറ്റൊരു വേർഷൻ തന്നെയാണ് ഇത് എന്ന് പറയാം. എന്നാൽ ഇതിൽ നമ്മൾ ജസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻ എല്ലാം വളരെ ഈസിയായി കണ്ടെത്താം. അതുപോലെ ഐഫോണിൻ്റെ ഈ ഒരു പുതിയ സീരീസിൽ ഇതിൽ നമുക്ക് എല്ലാ തരത്തിലും ഇതിൻ്റെ പുതിയ മാറ്റങ്ങളെല്ലാം കാണാൻ സാധിക്കും. ബാറ്ററിയുടെ പെർഫോമൻസിലാണെങ്കിൽ, ഹാർഡ്വെയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഇനി ഡിസ്പ്ലേ കോട്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന സെറാമിക്കിൻ്റെ സ്ട്രെങ്ത്തിലാണെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് ഏതൊരു കാര്യം സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഹാർഡ്വെയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ എല്ലാം തന്നെ വളരെ നല്ല ഇമ്പ്രൂവ്മെൻ്റാണ് ഐഫോൺ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിലും ഇതുപോലെ ഒരുപാട് അഡ്വാൻറ്റേജ് എല്ലാം കാണാൻ സാധിക്കും. വീഡിയോയുടെ പെർഫോമൻസ് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. ഐഫോൺ എന്നത് വീഡിയോ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എപ്പോഴും ടോപ്പിൽ നിൽക്കുന്നതാണ്. ഇപ്പോഴും നിങ്ങൾക്ക് അതുപോലെ 4K വീഡിയോസ് എല്ലാം തന്നെ ഇനി 120 ഫ്രെയിം പെർ സെക്കൻഡിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനെല്ലാം സാധിക്കും. അതിനാൽ തന്നെ സ്ലോ മോഷൻ വീഡിയോസ് എല്ലാം ചെയ്യുന്നവർക്ക് വളരെ ഗുണം ചെയ്യുന്നതായിരിക്കും. ഇത്തരത്തിൽ വളരെ സ്ലോ ആയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. പലരും ഈ ഒരു ഫീച്ചർ എല്ലാം വളരെയധികം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ യൂസ് ചെയ്യുന്നവർക്കെല്ലാം ഇത് വളരെ ഗുണം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും ഹാർഡ്വെയർ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും ഇതുപോലെ ബാറ്ററിയുടെ കാര്യത്തിൽ, ഡിസ്പ്ലേയുടെ കാര്യത്തിൽ, പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എല്ലാം തന്നെ നിങ്ങൾക്ക് മികവുറ്റ ഒരു ഫോൺ തന്നെയായിരിക്കും iPhone 16 സീരീസ്. ഇനി ഓഡിയോയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ സ്റ്റുഡിയോ ക്വാളിറ്റിയോട് കൂടിയ നല്ല ഓഡിയോ റെക്കോർഡിംഗ് എല്ലാം തന്നെ ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്